മുക്കം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ തേർഡ് എഡിഷനിൽ ഇനാഗുറൽ സെഷനിൽ കാണിച്ച ഫിലിമാണ് ചാവ് കല്യാണം. ചാവ് കല്യാണം നമ്മുടെ ഈ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്ത രഘുനാഥ് പരേരി പറഞ്ഞ ഒരു സംഭവം വളരെ സർപ്രൈസിങ് ആണ്. മൺമറഞ്ഞു പോയ പല അഭിനേതാക്കളെയും എനിക്ക് ഇതിലൂടെ കാണാൻ കഴിയുന്നു, അവരൊന്നും മരിച്ചു പോയിട്ടില്ല എന്നാണ് ഫിലിം കണ്ടതിന് ശേഷം രഘുനാഥ് പരേരി പറഞ്ഞിട്ടുണ്ട്. സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് ആ വാചകത്തെ രഘുനാഥ് പരേരിനെ കേട്ടപ്പോൾ എന്താ തോന്നിയത്? സാറ് മലയാള സിനിമയിൽ ഇത്രയും ലെജൻഡ് ആയിട്ടുള്ള ഒരാളെ അങ്ങനെ പറഞ്ഞേരോ നമുക്ക് വളരെ പേഴ്സണലി ഭയങ്കര സന്തോഷം തോന്നി. സാറെ ഞങ്ങള് വീട്ടിൽ പോയിട്ട് വിളിച്ചിരുന്നു സാർ പടം കാണാൻ, കാരണം സാർ തിരക്കാന്നൊക്കെ ആദ്യം പറഞ്ഞു. എന്തോ വൈദ്യന് സാറ് വന്നു കണ്ടു, ഞങ്ങൾ വളരെ ഹാപ്പിയാണ് ക്രൂ മൊത്തം സാറ് വന്നതിൽ, അങ്ങനെ പറഞ്ഞതിലും. ഇതിന്റെ ഒരു ക്രിയേഷനില് നിങ്ങളിത് അവതരിപ്പിച്ച രീതിയിൽ സുഭാഷ് ചന്ദ്രനെ ഇതിൽ കൊണ്ടുവരണം എന്ന് തോന്നിയപ്പോഴാണ്. സാറ് കോഴിക്കോട് ഒരു എഴുത്തുകാരൻ എന്ന് പറയുമ്പോൾ MT കഴിഞ്ഞാൽ ഞങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന സുഭാഷ് സാറിന്റെ ഫേസ് ആണ്. സാർ ഇത് സമ്മതിക്കോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു. നേരിട്ട് പോയി സംസാരിച്ചാലും സാറ് ഓക്കെ ആയി. അപ്പോൾ സാറ് സമ്മതിച്ചു. അങ്ങനെയാണ് ആദ്യമായിട്ട് സാറിലേക്ക് എത്തുന്നത്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഇതില് ചാവ് കല്യാണം എന്നുള്ള ഈ പേരിന് തന്നെ ഒരു 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 പ്രത്യേക സന്ദേശം നൽകുന്നുണ്ട്. സാധാരണ രീതിയിൽ മരിച്ച സ്ഥലങ്ങളിൽ പോയിട്ട് ആഘോഷങ്ങൾ നടത്തുമ്പോൾ ചിലരെങ്കിലും മുഖം ചുളിക്കാറുണ്ട്. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ ശരിക്കും ഈ മരിച്ചാലും കല്യാണങ്ങൾ സ്ഥലത്താലും കുടുംബങ്ങൾ ഒന്നിപ്പിക്കാനുള്ള ഒരു വേദിയാവുന്നു ഇത്തരം കൂടിച്ചേരൽ എന്നുള്ളൊരു സന്ദേശം നൽകുന്നുണ്ട്. ആ ഒരു ത്രെഡിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടത്? നമ്മളെ പല കണ്ടുപരിച്ചുള്ള പല മരണ വീടുകളിലും നമ്മൾ ആദ്യത്തെ 1-2 ദിവസം മാത്രമേ ഏജ് ആയിട്ടുള്ള ആൾക്കാർ മരിക്കുന്ന കേസിൽ നമ്മൾ കണ്ടിട്ടുള്ളൂ. സങ്കടം അതൊക്കെ, അത് കഴിഞ്ഞാൽ ഒരു ഫാമിലി ഗാദറിങ് പോലെ നമുക്ക് തോന്നിയത്. വളരെ എല്ലാവരും ഹാപ്പിയാണ്. 3-ാം ദിവസം മുതൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കുന്നു, സന്തോഷിക്കുന്നു. അങ്ങനെയാണ് ഞങ്ങൾ കണ്ടത്. അപ്പൊ അത് തന്നെ ഒരു പ്ലോട്ടാക്കാം നമ്മൾ വിചാരിച്ചിരുന്നു. പിന്നെ ഒരു സ്പേസിൽ നടക്കുന്ന കഥയായത് കൊണ്ട് ചെലവും കുറയ്ക്കാന്നുള്ള രീതിയിലാണ് അതിലേക്ക് എത്തുന്നത്. അഭിനേതാക്കളെ കണ്ടെത്തിയെങ്ങനെ വളരെ സ്വാഭാവിക അഭിനയമാണ് എല്ലാവരും കാഴ്ചവെച്ചിട്ടുള്ളത്. ആരുടെയും അഭിനയത്തെ മാറ്റി നിർത്താൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ക്രൂ ആണ് കിട്ടിയിട്ടുള്ളത്. എങ്ങനെ അവരൊക്കെ കണ്ടെത്തിയത്? നമ്മൾ ഓഡിഷൻ വെച്ചിരുന്നു. ഓൾമോസ്റ്റ് ഒരു 90% ആൾക്കാരും ഓഡിഷൻ വെച്ചിട്ട് തന്നെ വന്നാണ്. പിന്നെ ബാക്കിയുള്ള കുറച്ച് ആൾക്കാർ മൊത്തം നമ്മളെ സർക്കിളിൽ നമുക്ക് പരിചയമുള്ള ആൾക്കാരെയാണ് എടുത്തത്. ഓഡിഷൻ വെച്ച് ഒരു ആഴ്ചത്തെ ഒരു ആക്ടിങ് വർക്ക്ഷോപ്പുമായിട്ട് നമ്മളിങ്ങനെ നടത്തിയിരുന്നു. അതിൻ്റെ അകത്ത് നമ്മൾ ഫിൽട്ടർ ചെയ്തെടുത്ത് അതിൻ്റെ അകത്ത് ട്രെയിനിങ് കൊടുത്തതിന് ശേഷമാണ് അഭിനയിപ്പിച്ചത്. എനിക്ക് ഈ സിനിമയിൽ നല്ലൊരു വേഷമാണ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. പക്ഷെ എന്താ പറയാ, നമുക്ക് തിരുവനന്തപുരത്ത് IFFK നല്ലൊരു എന്താ പറയാ, പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് വളരെയധികം സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളാണ് അവിടെ കിട്ടിയത്. പക്ഷെ അതിനൊക്കെ ഉപരി എന്താന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം നാട്ടില് നമ്മുടെ സ്വന്തം സിനിമ പ്രദർശിപ്പിക്കുമ്പം ഇവിടുത്തെ നാട്ടുകാരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന സന്തോഷവും കയ്യടിയും ഒക്കെ വളരെയധികം സന്തോഷം തോന്നിയിട്ടുണ്ട്. എന്റെ പേര് നിതീഷ് ഭാസ്കർ എന്നാണ്. ഞാൻ ഇതിൽ അഭിനയിച്ച കഥാപാത്രം സുമേഷ് എന്ന കഥാപാത്രമാണ്. ഇതില് ഒരു 2 ടൈപ്പ് പ്രണയമാണല്ലോ പറയുന്നത്. ഒന്ന് ഒരു ചെറിയ ഏജ്ഡ് അല്ലാത്ത നമ്മുടെ 2K എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പ്രണയം, പിന്നെ എന്നെ പോലെ ഒരു 30 വയസ്സിന്റെ ഒരു പ്രണയം. എനിക്ക് ഓൾറെഡി പ്രണയിച്ച് വിവാഹം കഴിച്ചുകൊണ്ട് അത് കുറച്ച് ഈസി ആയി എന്നാണ് എനിക്ക് തോന്നുന്നത് കഥാപാത്രം അഭിനയിക്കുക. എൻ്റെ പേര് അഭിമൽ ദിനേശ്. അജയ് എന്ന് പറയുന്ന കഥാപാത്രമാണ് ചെയ്തത്. ഒരു 20 റേഞ്ചിലുള്ള ഒരു കഥാപാത്രം, ഒരു നാട്ടുപുറത്തുകാരൻ എന്നുള്ള രീതിയിൽ ഒരു മരണ വീട്ടിൽ നടക്കുന്ന പ്രണയ ഇൻസിഡന്റുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഓഡീഷൻ ത്രൂ ആണ് സിനിമയിൽ എത്തുന്നത്. പിന്നെ ഡയറക്ടറൊക്കെ തന്നൊരു കംഫർട്ട് സ്പേസിന്റെ പുറത്ത് നല്ല രീതിയിൽ അഭിനയിക്കാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നുണ്ട്. Invest your sleep on right mattress. Forwish mattress for healthy sleep. Kadodi Gold and Diamonds, Mavur, Puvattuparambur.